Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Welcome to Edu Tanzil Theological E-School. Edu Tanzilന്റെ ഇഹ്സാൻ ഗ്രാൻഡസിന്റെ അവസാനത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തജ്വീദ്. എന്താണ് തജ്വീദ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആദ്യം പറയാൻ പോകുന്നത്. ഖുർആൻ പാരായണത്തിന്റെ ഓരോ അക്ഷരത്തിനും അതിന്റെ സ്വാഭാവിക ഹക്കുകളും അർഹമായ ഗുണങ്ങളും ശരിയായ മഖ്റജിൽ നിന്നും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. തജ്വീദിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഖ്റജുകളാണ്. മഖ്റജുകൾ 5 വിധമാണ്. ഒന്നാമത്തത് ഹൽക്ക്, രണ്ടാമത്തത് ലിസാന്, മൂന്നാമത്തത് ഖൈഷൂം, നാലാമത്തത് ഷഫത്താനി, അഞ്ചാമത്തത് അൽ ജൗഫ്. ഹൽക്ക് എന്ന് പറയുന്നത് തൊണ്ട, ലിസാൻ എന്ന് പറയുന്നത് നാവാണ്. അതുപോലെ തന്നെ ഖൈഷൂം എന്ന് പറയുന്നത് തരിമൂക്കാണ്. നാലാമതായി പറഞ്ഞ അഷഫത്താനി എന്ന് പറയുന്നത് 2 ചുണ്ടുകളാണ്. അഞ്ചാമതായി പറഞ്ഞ അൽ ജൗഫ് എന്നുള്ള വായുടെ ഉൾഭാഗം, അതായത് ശൂന്യമായ ആ ഭാഗം എന്നുള്ളത്. ഈ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 6 വിധമാണ്. അതുതന്നെ തൊണ്ടയുടെ 3 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്നും, തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും, തൊണ്ടയുടെ മേലെ അറ്റത്തു നിന്നുമായിട്ടാണ് 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അതുപോലെ തന്നെ അൽ ലിസാൻ, നാവിലേക്ക് വരുമ്പോൾ ആ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 അക്ഷരങ്ങളാണ്. ആ 18 അക്ഷരങ്ങളും പല ഭാഗങ്ങളിലായിട്ട് വരുന്നതാണ്. പിന്നെ നാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതാണ് അൽ ഖൈഷൂം, തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 2 എണ്ണമാകും. നൂനും മീമും, അത് ഗുന്ന ചെയ്യപ്പെടുന്ന നൂനും മീമുമാണ് തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഖുർആനിൽ തന്നെ ഇന്നമ, ഇന്ന അശദ്ദുള്ള നൂനാണ് അവിടെ ഖൈഷൂമായി. ആ തരിപ്പ് വരുന്നത്, മൂക്കിൽ നിന്ന് തരിപ്പ് വരുന്നതാണ് ഖൈഷൂമിയായ നൂന് എന്ന് പറയുന്നത്. അതേപോലെ 2ാമത്തെ അക്ഷരമാണ് മീമ്. മീമിന്റെ ഉദാഹരണം പറയുകയാണ് മിമ്മ, ആ ശദ്ദ് ചെയ്യപ്പെട്ട മീമാണ് ഖൈഷൂമിയായ അക്ഷരം. പിന്നെ അതുപോലെ തന്നെ 4ാമത്തെ മഖ്റജായ അഷഫത്താനി, ഷഫത്താനി 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന 4 അക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങളാണ് 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് അൽ ജൗഫ്, വായുടെ ശൂന്യമായ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് മദ്ദിയായ അക്ഷരങ്ങൾ, മദ്ദിയായ 3 അക്ഷരങ്ങൾ, അലിഫ്, വാവ്, യാ എന്ന് പറയുന്ന മദ്ദിയായ 3 അക്ഷരങ്ങളാണ് വായുടെ ശൂന്യമായ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത്. ഇത്രയും മഖ്റജുകളാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ തജ്വീദിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഹ്കാമു നൂനു സാക്കിനത്തി വ തൻവീൻ. സാക്കിനായ നൂനിന്റെയും, അതായത് സുക്കൂനുള്ള നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം വരുന്ന നിയമങ്ങൾ. അതും 5 വിധം തന്നെയാണ്. ഏതൊക്കെയാണ് 5 നിയമങ്ങൾ? ഒന്നാമത്തെ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഇൽഹാർ എന്ന് പറയുന്നതാണ്. ഏതാണ് ഇൽഹാർ? ഏതാണ് ഇൽഹാറിൽ നിന്ന്? ഹൽക്കിന്റെ, അതായത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ആ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിൽ നിന്ന് പുറപ്പെടുന്നത്. സാക്കിന നൂന്റെയും തെൻവീന്റെയും ശേഷം ഇൽഹാറിന്റെ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ എന്ന് പറയുന്നത് വെളിവാക്കൽ എന്നാണ്. എന്താക്കണം? ഈ അക്ഷരങ്ങൾ വന്നാൽ വെളിവാക്കി ഉച്ചരിക്കുക, ഉന്ന ചെയ്യാതെ വെളിവാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ്. 2ാമത് വരുന്നത് ഇദ്ഗാം എന്നുള്ളതാണ്. ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്നയിൽ നിന്ന് പുറപ്പെടുന്നത് 4 അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ്? നൂന്, വാവ്, മീമ്, യാ. ലയിപ്പിച്ച് ഓതുക എന്നുള്ളതാണ്. ഉന്ന ചെയ്യലോട് കൂടി ലയിപ്പിച്ച് ഓതുക എന്നുള്ളതാണ് ഇദ്ഗാം ബിഗുന്ന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഇദ്ഗാം ബിഗുന്നന്റെ മറ്റൊരിതാണ് ലയിപ്പിക്കാതെ ഓതുന്നതാണ് ഇദ്ഗാം ബിലാ ഗുന്ന. ഇതാണ് സാക്കിന നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം ലാമ്, റാ, ഈ 2 അക്ഷരങ്ങൾ വന്നാൽ ഉന്ന ചെയ്യാതെ ലയിപ്പിച്ച് ഓതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് ഇഖ്ലാബ്, മറിച്ച് ഓതൽ എന്നുള്ളതാണ്. മറിക്കുക എന്നാണ് ഇഖ്ലാബിന്റെ അർത്ഥം പറയുന്നത്. എന്താണ്? സാക്കിനായ നൂനിന്റെയും തെൻവീന്റെയും ശേഷം ബാ എന്നുള്ള ഒരു അക്ഷരമേ ഉള്ളൂ ഇഖ്ലാബ് എന്നുള്ളത്. ബാ വന്നാൽ എന്താക്കണം? നൂനിനെ മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ 5ാമത്തെ നിയമം വരുന്നതാണ് ഇഖ്ഫ എന്നുള്ളതാണ്. മറച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ്. 15 അക്ഷരങ്ങളാണ് ഇഖ്ഫയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും ശേഷം വന്നാൽ ഇവയെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇഖ്ഫാൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
പിന്നെ അതുപോലെ തന്നെ തജ്വീദിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അഹ്കാം മീമി സാക്കിന, സാക്കിനായ മീമിന് ശേഷം വരുന്ന നിയമങ്ങൾ. ഈ നിയമങ്ങൾ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഇഖ്ഫാ ഷഫവിയ, ഇദ്ഗാം ഷഫവിയ, ഇൽഹാർ ഷഫവിയ എന്നുള്ളത്. അതുപോലെ ഇഖ്ഫായിൽ നിന്ന് ഒരക്ഷരമാണ് ഇഖ്ഫാന്റെ സാക്കിനായ മീമ്, അതായത് സുക്കൂൻ ചെയ്യപ്പെട്ട മീമിന് ശേഷം ബാ വന്നാൽ എന്താക്കുക? നമ്മൾ ഇഖ്ഫാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇദ്ഗാമിലേക്ക് വന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം, അതായത് സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ എന്താക്കുക? ഗുന്ന ചെയ്യുക, ലയിപ്പിക്കലോട് കൂടി ഗുന്ന ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇൽഹാർ, നമ്മൾ ആദ്യം പറഞ്ഞു അഹ്കാമു നൂനു സാക്കിനത്തി വ തൻവീൻ എന്ന നിയമത്തിൽ പറയുന്നു വെളിവാക്കി ഉച്ചരിക്കുക എന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും വന്നാൽ, മീമും ബാവും ഒഴിച്ചുള്ള ബാക്കി അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ വെളിവാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അഹ്കാം മീമി സാക്കിനത്തി വ തൻവീനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. എന്താണ്? മദ്, ദീർഘിപ്പിക്കൽ. എന്താണ് മദ് എന്നുള്ളത്? അഥവാ ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള അലിഫോ, അല്ലെങ്കിൽ കെസറുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള യാഓ, അല്ലെങ്കിൽ ലമ്മുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള വാവോ വന്നാൽ ആ അക്ഷരങ്ങൾ കൊണ്ട് മുമ്പുള്ള ഹർക്കത്തിന്റെ ശബ്ദത്തെ ദീർഘിപ്പിക്കുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. അതായത് മദ്യായ അക്ഷരം പറയുന്നത് 3 എണ്ണമാണ്. മദ്യായ അക്ഷരങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തേത് അലിഫ്, രണ്ടാമത്തേത് വാവ്, മൂന്നാമത്തെ യാ. ഈ 3 എണ്ണമാണ്. പിന്നെ മറ്റൊന്നാണ് മദ്ദിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ, മദ് മുത്തസിലും മദ് മുൻഫസിലും. എന്താണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ മദ്യായ അക്ഷരത്തിന് ശേഷം ഹംസ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് അസ്സമാ, ആ മീമിനെ നീട്ടാനുള്ള അലിഫ് വന്നു, ആ അലിഫിന് ശേഷം ഹംസ വന്നു. ഹംസ വരികയാണെങ്കിൽ 4 അലിഫിന്റെ ഖദറിൽ നീട്ടണമെന്നാണ് നമുക്ക് തജ്വീദ് പഠിപ്പിച്ചു വരുന്നത്. ഒരു ഉദാഹരണത്തിന് അസ്സമാ. പിന്നെ അതുപോലത്തെ മദ് മുൻഫസിൽ, രണ്ടാമത്തെ നിയമമാണ് മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു വാക്കിന്റെ അവസാനം മദ്യായ അക്ഷരമായ അലിഫോ ബാവോ യാഓ ആണെങ്കിൽ അടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസ വരികയാണെങ്കിൽ അതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. മദ് മുൻഫസിലെ 2 അലിഫിന്റെ ഖദറിൽ നീട്ടാമെന്നും പറയുന്നുണ്ട്, 4 അലിഫിന്റെ ഖദറിൽ നീട്ടാമെന്നും പറയുന്നുണ്ട്. രണ്ടും ഉച്ചരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മഖ്റജുകൾ എന്ന് പറയുന്നത്. ഓരോ അക്ഷരത്തിന്റെ ഓരോ ഉത്ഭവസ്ഥാനം, അതിന്റെ സിഫത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം? കറക്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സിഫത്തുകളിലേക്ക് വരുമ്പോൾ ഒരു അക്ഷരത്തിന്റെ പല സ്വഭാവങ്ങളുമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ മെയിൻ ആയിട്ടുള്ള ഉദാഹരണം എന്താണ്? കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ ഖുതുബ് ജദ് എന്നുള്ളത്, ഖാഫ് ത്വാ ബാ ദാല് ജീം, ഈ 5 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ എവിടെ സുക്കൂൻ ചെയ്തു വന്നാൽ അവിടെ എന്താക്കണം? നമ്മൾ നല്ലവണ്ണം വെളിവാക്കി ഉച്ചരിക്കണം എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് ചിലവരെ ഓതിപ്പോകും, നമുക്ക് ശ്രദ്ധിക്കാം. അഹദ്, അല്ലാഹു സമദ്, അങ്ങനെ ഓതിപ്പോകൽ തെറ്റാണ്. അവിടെ എന്താക്കണം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഖുതുബ് ജദിന്റെ അക്ഷരങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ അഹദ്, ആ ദാൽ ഇങ്ങോട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് തജ്വീദിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളും പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെ വീഡിയോയുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.